നമസ്കാരം. സംസ്ഥാന സർക്കാരിന് 6000 കോടി രൂപ കൂടി കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി. വൈദ്യുതി പരിഷ്കരണം നടത്തിയ വകയിലാണ് അധിക വായ്പയ്ക്ക് അനുമതി. ഇതോടെ സാമ്പത്തിക വർഷാവസാനത്തെ ട്രഷറി പ്രതിസന്ധി ഒഴിവാകും. ബില്ലുകൾ മാറാനുള്ള അവസരമടക്കം ഇതോടെ ഒരുങ്ങിയിരിക്കുകയാണ്. നേരത്തെ ഈ സാമ്പത്തിക വർഷം കേരളത്തിന് 12000 കോടി രൂപ അധിക വായ്പ എടുക്കാനുള്ള അനുമതി കേന്ദ്രം നൽകിയിരുന്നു. ഇതിനു പിന്നാലെ 6000 കോടി രൂപ കൂടി കടമെടുക്കാനാണ് അനുമതി ലഭിച്ചത്. ഡൽഹി രാജ്ഭവൻ ചർച്ചയിൽ ഇക്കാര്യം ചർച്ചയായിരുന്നു. ഡൽഹിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ധനകാര്യ മന്ത്രാലയത്തിന്റെ ഈ നിലപാട് സാമ്പത്തിക വർഷത്തിന്റെ അവസാനം കേരളത്തിന് ആശ്വാസം നൽകുന്നതാണ്. KV തോമസ് മുൻകൈയെടുത്താണ് ഇത്തരമൊരു ചർച്ച നടത്തിയിരുന്നത്. ഇതോടെയാണ് കേരളത്തിന്റെ കാര്യത്തിലെ ഫയലുകൾക്ക് വേഗം കൂടിയത്. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നോർത്ത് ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ള കേരളവുമായി ബന്ധപ്പെട്ട പല ഫയലുകൾക്കും വേഗം കൂടുകയും ചെയ്തിരുന്നു. കടപരിധി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചതിനു ശേഷം കേരളത്തിന്റെ പല ആവശ്യങ്ങളും ഒച്ചിന്റെ വേഗതയിലാണ് നോർത്ത് ബ്ലോക്കിൽ നീങ്ങിയിരുന്നത്. എന്നാൽ കേരളത്തിനോടുള്ള നോർത്ത് ബ്ലോക്കിന്റെ നിലപാടിൽ കാര്യമായ മാറ്റം ഉണ്ടായെന്നാണ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന വേളയിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുന്ന തിരക്കിലായിരുന്നു കേരളം. സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് വിടുകയും ചെയ്തിരുന്നു. ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലുള്ള ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ 3 മാസങ്ങൾക്ക് മുൻപ് ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ ആവശ്യപ്പെട്ടിരുന്നു. കപിൽ സിബലുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം ഡൽഹിയിൽ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മാറിയ സാഹചര്യത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനെതിരായ നിയമ പോരാട്ടം സംസ്ഥാന സർക്കാർ മന്ദഗതിയിലാക്കാൻ സാധ്യതയുണ്ട്. സർക്കാരിന് വൈദ്യുതി ഡ്യൂട്ടി ഇനത്തിൽ ലഭിക്കേണ്ട തുകയിൽ ഈ കുടിശ്ശിക കുറവ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതിലൂടെ സംസ്ഥാനത്തിന് ഈ വർഷം ഏകദേശം 6000 കോടി രൂപ കൂടി വായ്പ എടുക്കാൻ കഴിയുമെന്ന നിർദ്ദേശം കേന്ദ്രത്തിന്റേതായിരുന്നു. ഈ വഴി തന്നെയാണ് കേരളം ഒടുവിൽ തേടിയത്. വൈദ്യുതി മേഖലയുടെ നവീകരണത്തിന് ചെലവഴിക്കുന്ന തുകയ്ക്ക് അനുപാതികമായി 0.5% അധിക വായ്പ എടുക്കാൻ സംസ്ഥാനത്തിന് കഴിയും. ഈ ആനുകൂല്യം ഉപയോഗിക്കാനാണ് 2024 ഡിസംബർ 31 വരെ KSEBക്ക് ലഭിക്കാവുന്ന കുടിശ്ശികയായ 718.02 കോടി രൂപ സർക്കാർ നൽകുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ജല അതോറിറ്റി KSEBക്ക് നൽകാനുള്ള കുടിശ്ശിക സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തതിനെ തുടർന്ന് ആദ്യ ഗഡുവായി 206.80 കോടി രൂപ നൽകാൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് KSEB സർക്കാരിന് നൽകിയ റിപ്പോർട്ട് പ്രകാരം 2024 ഡിസംബർ 31 വരെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സർക്കാർ ഓഫീസുകളുടെയും ഉൾപ്പെടെ ആകെ കുടിശ്ശിക 718.02 കോടി രൂപയായി വർദ്ധിച്ചു. അതിനിടെ KV തോമസ് ഇടപെട്ട് കേരളത്തിന്റെ എയിംസ് കാര്യത്തിലും നേരിയ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. എയിംസുകളുടെ ചുമതലയുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സീനിയർ സെക്രട്ടറി അങ്കിത മിശ്രയുമായാണ് KV തോമസ് ചർച്ച നടത്തിയത്. കേന്ദ്രം ആവശ്യപ്പെട്ടത് പ്രകാരം നടത്തിയ ചർച്ചയിൽ കേരള ഹൌസ് അഡീഷണൽ അസിസ്റ്റന്റ് കമ്മീഷണർ ചേതൻ കുമാർ മീണയും KV തോമസിന് ഒപ്പമുണ്ടായിരുന്നു. കേന്ദ്രം പുതിയതായി അനുവദിക്കുന്ന 4 എയിംസുകളിൽ ഒരെണ്ണമാണ് കേരളത്തിന് ലഭിക്കാൻ പോകുന്നത്. സംസ്ഥാന സർക്കാർ എയിംസുമായി നിർദ്ദേശിക്കുന്ന സ്ഥലം കോഴിക്കോടാണ്. എയിംസ് അനുവദിക്കുന്നതിന് മുൻപായി നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള സംഘമെത്തി അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത, റോഡ്, റെയിൽ, വിമാന ഗതാഗത സൗകര്യം, ദേശീയപാതകളുമായുള്ള സാമീപ്യം തുടങ്ങിയ കാര്യങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്തും. ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ പരിശോധനാ സംഘം എത്തുമെന്നാണ് സീനിയർ സെക്രട്ടറി നൽകിയ ഉറപ്പെന്ന് KV തോമസ് പറഞ്ഞു. എയിംസ് സംബന്ധിച്ച് കേരള മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് KV തോമസ് പറഞ്ഞു. ഇതുകൂടാതെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് 3 മെഡിക്കൽ കോളേജുകളുടെയും നവീകരണത്തിനുള്ള കേന്ദ്ര ഫണ്ടും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് എന്നീ മെഡിക്കൽ കോളേജുകൾക്കാണ് കേന്ദ്ര സഹായം ലഭിക്കുക എന്ന് KV തോമസ് അറിയിച്ചു.